കലോത്സവത്തിൽ വാശിയേറെ പോരാട്ടങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് ഫാത്തിമയാണ്. പദകേളിയിൽ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതാ സബ്ജക്റ്റ് കിട്ടിയിരുന്നത്? പക്ഷികളും മൃഗങ്ങളും. അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാക്കുകൾ എഴുതുന്നവരാണ് ജയിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വായനയുടെ ഒരു ആവശ്യമില്ലേ? മറ്റൊക്കെ നമുക്ക് പഠിച്ച് വന്ന് പ്രാക്ടീസ് ചെയ്ത് ഇവിടുന്ന് പെർഫോം ചെയ്ത് പോവാം. പക്ഷേ ഇതിന് നമുക്കൊരു പരന്ന വായനയുടെ ആവശ്യമുണ്ട്. ഏത് സബ്ജക്റ്റാണ് തരുന്നത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിനുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയായിരുന്നു? അത് അറബിക്കിൻ്റെ സാറ് എനിക്കിങ്ങനെ ഇതിനായിട്ട് കുറച്ച് ബുക്കുകൾ വന്ന് എന്നിട്ട് അതിലുള്ള സബ്ജക്റ്റിലൊക്കെ ഞാൻ പഠിച്ചു. ഫാത്തിമയുടെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞു. ഫാത്തിമ അബ്ദുൽ റഷീദ്. ഏത് സ്കൂളിലാണ്? കടവത്തൂർ വെസ്റ്റ്. അതെ. അപ്പോൾ സഹായിച്ചു എന്ന് പറഞ്ഞ മാഷിൻ്റെ പേര് കൂടി പറഞ്ഞു. ബാസിൽ സാർ. ബാസിൽ സാറാണ് ഇതിനൊരു സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഈ ചെറിയ കാലം മുതൽ മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു ബേസ് ഉണ്ട് ഇല്ല ശരിക്കും അറബിയിൽ? അതുകൂടി ഇതിനെ സഹായിച്ചു. പിന്നെ കൂടുതൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ ഇവിടെ പങ്കെടുക്കാറുണ്ടോ? ഖുർആൻ പാരായണത്തിന് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് കിട്ടിയോ? എ ഗ്രേഡ് ഉണ്ട്. ഇതിന് മുന്നേ ഒക്കെ അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ ജില്ലയിലൊക്കെ എത്താൻ പറ്റിയോ? ജില്ലയിൽ വന്നില്ല, സബ് ജില്ലയിൽ വന്നിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ ഇവിടം കൊണ്ട് നിൽക്കുവാണ് അല്ലെ, ജില്ല കൊണ്ട് നിൽക്കുവാണ് UP വിഭാഗത്തിന്. അപ്പോൾ ജില്ല വരെ എത്താൻ പറ്റി, ഇവിടെ ഫസ്റ്റ് എ ഗ്രേഡ് മേടിക്കാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയി. എത്രത്തോളം ഉണ്ടാ സന്തോഷം? നല്ല സന്തോഷം. ആദ്യം വിളിച്ചോ? ബാസിൽ സാറിനൊക്കെ ആദ്യം വിളിച്ച് പറഞ്ഞോ ഇങ്ങനെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്? ഇത് അറിഞ്ഞ് അപ്പോൾ രാത്രി ആയിരുന്നു. അപ്പോൾ ബാസിൽ സാറ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഫസ്റ്റ് ഉണ്ട് നോക്കി. മാഷാണ് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഭയങ്കര സന്തോഷമായി. നല്ല സന്തോഷം. എന്താണ് ഭാവിയിൽ എന്തായി തീരാനാണ് ഫാത്തിമയ്ക്ക് ഇഷ്ടം? അറബിക് ടീച്ചറായി തീരാനാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു വായനയൊക്കെ ഉണ്ട് അറബിയിലെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ കൂടുതൽ പങ്കെടുത്ത് നമ്മുടെ ഭാഷ ഒന്നുകൂടി വിപുലപ്പെടുത്തിയെടുക്കുക. ഭാവിയിൽ ടീച്ചറായി മാറട്ടെ. ഓക്കെ, താങ്ക് യു നമ്മളോട് വന്ന് സംസാരിച്ചതിനൊക്കെ.